ശബരിമല സെക്കുലർ പ്ലേസ് എന്നൊക്കെ പലരും അങ്ങ് പറയും. സെക്കുലർ അല്ല, ഒരു ക്ഷേത്രം സെക്കുലർ അല്ല, അതൊരു റിലീജിയസ് പ്ലേസ് ആണ്. ഈ 2019 ഈ സംഭവം അവിടെ നിന്ന് ഈ മോഷണം നടന്നതായൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അത് എങ്ങനെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത? അവിടെ CCTV ഉണ്ട്. ആ CCTV ഓഫ് സീസണിലും ഫങ്ഷൻ ചെയ്യുന്ന CCTV ആണ്. അവിടെ ഉണ്ടായിരുന്ന ഗാർഡ് കമാൻഡേഴ്സ് ആരൊക്കെയാണെന്നും നോക്കിയിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അധികാരികളുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ അത് ആർക്കും തൊടാൻ സാധിക്കുള്ളൂ. അപ്പോൾ തന്ത്രിക്കും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്ത്രിയുടെ അനുവാദം ഇല്ലാതെ ചെയ്തു എന്ന് തന്ത്രി പറയണം. ഇപ്പോഴത്തെ മന്ത്രി ഉണ്ടല്ലോ, ഇപ്പം എന്തിനാണ് എല്ലാ തവണയും ഈ ശബരിമലയിൽ പോയി കൈയും താഴ്ത്തിട്ട് നിൽക്കുന്നത്? കാരണം വിശ്വാസം ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരെ തടസ്സപ്പെടുത്തി അവിടെ നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഇത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.